4 വർഷത്തോളമായി തുടരുന്ന റഷ്യ യുക്രൈൻ സായുധ പോരാട്ടം ഒടുവിലൊരു നിർണായക വഴിത്തിരിവിലേക്ക് കടക്കുകയാണ്. അതോ രക്തരൂക്ഷിതമായ ഈ പോരാട്ടം ഉടൻ അവസാനിക്കാനുള്ള സാധ്യതകൾ മങ്ങുകയാണ്. ബെർലിനിൽ നടന്ന ഉന്നതതല യോഗങ്ങളിൽ യുക്രൈനെ മുന്നിൽ നിർത്തി പുതിയ സമാധാന ചട്ടക്കൂട് രൂപീകരിക്കാനുള്ള നീക്കം പുടിൻ പാടെ നിരസിച്ചതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. അതായത് റഷ്യ മുന്നോട്ട് വെച്ച കർശനമായ വ്യവസ്ഥകൾ അംഗീകരിക്കാതെ ഒരു വെടിനിർത്തൽ സാധ്യമല്ല എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് പുടിൻ. എന്താകും ഈ സംഘർഷങ്ങളുടെ ഭാവി? നാല് വർഷത്തോളമായി തുടരുന്ന സംഘർഷം ഉടൻ അവസാനിപ്പിക്കാനുള്ള സാധ്യതകൾ മങ്ങുന്നതായാണ് സൂചന. ബെർലിനിൽ നടന്ന യൂറോപ്യൻ നേതാക്കളുടെ കൂടിക്കാഴ്ചയിൽ സെലൻസ്കിയും ട്രംപും അംഗീകരിച്ച ഈ നിർദ്ദേശങ്ങളെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പാടെ നിരസിച്ചതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. നയതന്ത്രത്തിലൂടെയോ അല്ലെങ്കിൽ സൈനിക നടപടിയിലൂടെയോ യുക്രൈനിൽ താൻ ലക്ഷ്യമിട്ട കാര്യങ്ങൾ നേടിയെടുക്കുമെന്ന് ആവർത്തിച്ച പുടിൻ യൂറോപ്യൻ നേതാക്കളെ പരിഹാസരൂപേണ വിമർശിക്കുകയും ചെയ്തു. ട്രംപ് മുൻപ് അവതരിപ്പിച്ച 3 വെടിനിർത്തൽ പദ്ധതികളുടെ അതേ ഗതി തന്നെയാണ് പുതിയ നിർദ്ദേശങ്ങൾക്കും കാത്തിരിക്കുന്നതെന്ന ആശങ്കയും ശക്തമാണ്. സമാധാന ചർച്ചകളിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം പ്രാദേശിക നിയന്ത്രണങ്ങളാണ്. നിലവിൽ യുക്രൈന്റെ 1/5 ഭാഗവും റഷ്യൻ സൈന്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്, പ്രത്യേകിച്ച് കിഴക്കൻ ഡോൺബാസ് മേഖല. ഈ പ്രദേശങ്ങൾ റഷ്യയുടെ ഭാഗമായി അംഗീകരിക്കണമെന്നത് റഷ്യയുടെ പ്രധാന ആവശ്യമാണ്. ആദ്യം ട്രംപ് ഒരു സമാധാനം വാഗ്ദാനം നൽകും. പിന്നെ റഷ്യയ്ക്ക് അനുകൂലമായ നിബന്ധനകൾ അംഗീകരിക്കാൻ യുക്രൈനുമേൽ സമ്മർദ്ദം ചെലുത്തും. ഇങ്ങനെ ഒരു രീതിയാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി കണ്ടുവരുന്നത്. റഷ്യയ്ക്ക് അനുകൂലമായ നിബന്ധനകൾ അംഗീകരിക്കാൻ ട്രംപ് സമ്മർദ്ദം ചെലുത്തുമ്പോൾ യുക്രൈൻ അതിന് പലപ്പോഴും തയ്യാറാകാറുണ്ട്. പക്ഷേ പുടിൻ അവ നിരസിക്കുന്നതാണ് പതിവ്. മാത്രമല്ല, പുടിൻ ആക്രമണം കടുപ്പിക്കുമ്പോൾ ട്രംപ് രോഷാകുലനാകുന്നതും പിന്നീട് പുടിന്റെ നിബന്ധനകൾക്ക് വഴങ്ങുന്നതുമാണ് ഇതുവരെയുള്ള ചരിത്രം. മെയ് മാസത്തിലും ജൂലൈ മാസത്തിലും ട്രംപ് നടത്തിയ സമാധാന ശ്രമങ്ങൾ സമാനമായ രീതിയിൽ പരാജയപ്പെടുകയായിരുന്നു. മെയ് മാസത്തിൽ 30 ദിവസത്തെ അടിയന്തര വെടിനിർത്തലിന് ആഹ്വാനം ചെയ്ത ട്രംപ് പുടിനുമായുള്ള ഫോൺ സംഭാഷണത്തിന് ശേഷം പെട്ടെന്ന് നിലപാട് മാറ്റി. വെടിനിർത്തലിന് പകരം ഇരു രാജ്യങ്ങളും നേരിട്ട് ചർച്ച നടത്തുമെന്ന പുതിയ പ്രഖ്യാപനം നടത്തി. അത് യുക്രൈനും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കും വലിയ തിരിച്ചടിയായിരുന്നു. ജൂലൈയിൽ വെടിനിർത്തലിനായി പുടിന് ട്രംപ് നൽകിയ 50 ദിവസത്തെ സമയപരിധിയും യുക്രൈന് ദോഷകരമായി ഭവിച്ചു. ഈ സമയം ഉപയോഗിച്ച് കൂടുതൽ യുക്രൈനിയൻ ഭൂഭാഗങ്ങൾ പിടിച്ചെടുക്കാനാണ് റഷ്യ ശ്രമിച്ചത്. മാത്രമല്ല, സമയപരിധി കഴിഞ്ഞിട്ടും പുടിൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതിരുന്നിട്ടും റഷ്യയെ ശിക്ഷിക്കുമെന്നാവർത്തിച്ചുള്ള ഭീഷണി മാത്രമായിരുന്നു ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. കരിങ്കടലിലെ സുരക്ഷയ്ക്കും ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളുടെ സംരക്ഷണത്തിനുമായി മാർച്ചിൽ പ്രഖ്യാപിച്ച 30 ദിവസത്തെ വെടിനിർത്തൽ കരാർ ഇത്തരത്തിൽ പരാജയപ്പെട്ട ഒന്നായിരുന്നു. വൈറ്റ് ഹൌസ് കരാർ പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ക്രെംലിൻ അത് തള്ളി. റഷ്യൻ ബാങ്കുകൾക്കും കമ്പനികൾക്കും മേലുള്ള ഉപരോധങ്ങൾ നീക്കുകയും സ്വിഫ്റ്റ് പേയ്മെന്റ് സംവിധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്യാതെ വെടിനിർത്തൽ സാധ്യമല്ലെന്ന നിലപാടാണ് പുടിൻ സ്വീകരിച്ചത്. ഇതിനു പിന്നാലെ യുക്രൈനിയൻ തുറമുഖമായ
മൈക്കോലൈവിൽ റഷ്യ കടുത്ത ആക്രമണം നടത്തുകയും ചെയ്തു. ഊർജ്ജ മേഖലയെ സംരക്ഷിക്കാനുള്ള കരാർ നിലനിൽക്കെ തന്നെ യുക്രൈനിലെ ഊർജ്ജ കേന്ദ്രങ്ങളിൽ റഷ്യ 30ഓളം തവണ ആക്രമണങ്ങൾ നടത്തിയെങ്കിലും ട്രംപ് റഷ്യക്കെതിരെ നടപടികളൊന്നും സ്വീകരിച്ചില്ല. എപ്പോഴും പറയുന്നത് പോലെ കാര്യങ്ങളെല്ലാം നന്നായി പോകുന്നുവെന്ന് ട്രംപ് അവകാശപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴും വെറുമൊരു സന്ധിയല്ല, മറിച്ച് ശാശ്വതമായ സമാധാനമാണ് വേണ്ടതെന്നാണ് റഷ്യയുടെ പ്രഖ്യാപിത നിലപാട്. ആ ചർച്ചകളിലേക്ക് കടക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. പടിഞ്ഞാറൻ രാജ്യങ്ങൾ റഷ്യയുടെ റെഡ് ലൈനുകൾ മാനിക്കുമെന്നിരിക്കെ അതിനെ ആശ്രയിച്ചായിരിക്കും ഇനി കരാറിൻ്റെ ഭാവി.